കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ കണക്ക് കൂട്ടിയവൾ, ഗണിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഹ്യൂമൻ കമ്പ്യൂട്ടർ ശകുന്തള ദേവി. 1929 നവംബർ 4 ബാംഗ്ലൂരിൽ ഒരു ഇടത്തരം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ബ്രാഹ്മണനായിരുന്നിട്ടും സർക്കസുകാരനായി മാറിയ പിതാവ് CV സുന്ദരരാജറാവു. ശകുന്തളയുടെ 3-ാം വയസ്സിൽ ഒരു കാർഡ് ട്രിക്ക് പഠിപ്പിക്കുന്നതിനിടെയാണ് അച്ഛൻ മകളുടെ നമ്പറുകൾ ഓർത്തിരിക്കുവാനുള്ള കഴിവ് തിരിച്ചറിയുന്നത്. തുടർന്ന് പിതാവ് സർക്കസ് ഉപേക്ഷിക്കുകയും ശകുന്തളയുടെ ഈ കഴിവ് റോഡ് ഷോകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. 1944 അച്ഛനോടൊപ്പം ലണ്ടനിലേക്ക് പോയി. കൗമാരം മുഴുവൻ ലോകം ചുറ്റി നടന്ന് തന്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാത്ത ശകുന്തളയുടെ ഈ കഴിവ് ആശ്ചര്യം ജനിപ്പിക്കുന്നതായിരുന്നു. 6-ാം വയസ്സിൽ മൈസൂർ സർവകലാശാലയിൽ ആയിരുന്നു അക്കാഡമിക് തലത്തിൽ ശകുന്തള തന്റെ കഴിവ് പ്രദർശിപ്പിച്ചത്. 1950 BBC ലണ്ടനിലെ അഭിമുഖത്തിനിടെ ഒരു സങ്കീർണമായ കണക്ക് ശകുന്തളയ്ക്ക് നൽകി. ശകുന്തളയുടെ ഉത്തരവും കമ്പ്യൂട്ടർ ഉത്തരവും തമ്മിൽ മാച്ച് ആയിരുന്നില്ല. വീണ്ടും ഉത്തരം പുനഃപരിശോധിക്കുകയും ശകുന്തളയാണ് ശരിയെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. അതോടെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന വിശേഷണം ശകുന്തളയ്ക്കൊപ്പം ചേർന്നു. 1977 സൗത്തേൺ മെത്തഡിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ 201 അക്കങ്ങളുള്ള ഒരു സംഖ്യയുടെ 23-ാം റൂട്ട് വെറും 50 സെക്കൻഡുകൾക്കുള്ളിൽ ശകുന്തള ദേവി കണ്ടുപിടിച്ചു. യൂണിവാക് 1101 എന്ന കമ്പ്യൂട്ടർ മുഖേനയാണ് ശകുന്തളയുടെ ഉത്തരം ശരിയെന്ന് കണ്ടെത്തിയത്. ചോദ്യകർത്താക്കൾ പോലും കമ്പ്യൂട്ടർ സഹായത്തോടെ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ ശകുന്തള ദേവി വെറും മനക്കണക്കുകളിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. ഈ ഒരു സംഭവം ശകുന്തള ദേവിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും നിരവധി അവസരങ്ങൾ അവരെ തേടിയെത്തുകയും ചെയ്തു. കണക്ക് കൂട്ടലുകളിൽ മാത്രമല്ല, എഴുത്തിലും അവർ തന്റെ പ്രതിഭ തെളിയിച്ചു. മെന്റൽ കാൽക്കുലേഷൻസ് നടത്താനായി താൻ ഉപയോഗിക്കുന്ന പല ട്രിക്കുകളും ദ ജോയ് ഓഫ് നമ്പേഴ്സ് എന്ന ബുക്കിൽ ശകുന്തള ദേവി വിവരിക്കുന്നുണ്ട്. 1980 ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടനിൽ വെച്ച് 13 അക്ക സംഖ്യകളുടെ ഗുണനഫലം 28 സെക്കൻഡുകൾക്കുള്ളിൽ പറഞ്ഞ് 1982 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ശകുന്തള ദേവി സ്ഥാനം പിടിച്ചു. അക്കങ്ങൾ കൊണ്ട് മാന്ത്രികം സൃഷ്ടിച്ചതുകൊണ്ടാകാം അവർ ജ്യോതിഷത്തിലും പ്രഗത്ഭയായിരുന്നു. രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഉൾപ്പെടെ നിരവധി പേർ ശകുന്തള ദേവിയെ ആശ്രയിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കായി പലയിടത്തും അവർ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും സംഘടിപ്പിച്ചു. 2013 ഏപ്രിൽ 21 83-ാം വയസ്സിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. 2020 ജൂലൈ 31 ശകുന്തള ദേവിയുടെ കഥ വിദ്യാ ബാലൻ കേന്ദ്ര കഥാപാത്രമായി ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ബോളിവുഡിൽ പുറത്തിറങ്ങി. മാന്ത്രിക ഗണിത ബുദ്ധിയുടെ ശക്തമായ സ്ത്രീ വ്യക്തിത്വത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു ശകുന്തള ദേവി. ദൈവം തന്റെ കൈ പതിപ്പിച്ച അത്ഭുത പ്രതിഭ.